പാഠം 824. തോൽക്കാനായി ചില കളികൾ. ഹാമേ ഹാമേ കളയുന്നു. മണി 8 കനഞ്ചായല്ലോ. ചായ തരുന്ന കാര്യം പോലെ അവള് മറന്നുപോയി. ഹാമേ എവിടെ പോയി? ഹാമേ ഹാമേ എവിടെ പോയി? ഹാമേ നിന്നെ എത്ര പ്രാവശ്യം ഞാൻ വിളിച്ചു, നിനക്ക് ചെവി കേട്ടൂടെ? ഞാൻ ഒരു തിരക്ക് പിടിച്ച് ജോലിയില്ല മോനട്ടാ. ഭാസ്കരൻ ചേട്ടന് കേസിന്റെ വാദം ഇന്ന് തുടങ്ങും. നന്നായി കേസ് പഠിക്കാതെ പോയാലേ വിവരം അറിയും. അഡ്വക്കേറ്റ് ബാലേന്ദ്രനാ സർക്കാർ ഭാവം വാദിക്കുന്നേ. അതല്ലല്ലോ ഇവിടത്തെ പ്രശ്നം. സാധാരണ ദിവസവും 8 മണിക്ക് ഒരു ചായ കിട്ടുന്ന പരിപാടി ഉണ്ടായിരുന്നു. ഇന്ന് അത് കിട്ടിയില്ല. ചായ ഉണ്ടാക്കി അടുക്കളയിൽ വെച്ചിട്ടുണ്ടല്ലോ മോനട്ടാ, അതൊന്നും എടുത്തു കുടിച്ചൂടെ? എന്തുകൊണ്ടല്ലോ ചേറ്? എന്നും എനിക്ക് ഇതുപോലത്തെ കേസ് കിട്ടാറില്ലല്ലോ മോനട്ടാ. ഈ കേസ് വാദിച്ച് ജയിച്ചാലേ എന്റെ ജാതകം തന്നെ മാറും. അപകടത്തിൽപ്പെട്ട KSRTC ബസ്സിൽ യാത്ര ചെയ്ത യാത്രക്കാരന് കോടതി നഷ്ടപരിഹാരം അനുവദിക്കുന്നു. മാസം 6 കഴിഞ്ഞിട്ടും KSRTC പൈസ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് കാന്തല്ലൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന KSRTC ബസ് ജപ്തി ചെയ്യാൻ അനുവദിക്കണം എന്നുള്ളതാണ് കേസ്. ഈ കേസ് ഞാൻ ജയിച്ചാലേ നാളെ ജപ്തി നടക്കും. KSRTC ബസ് ജപ്തി ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ കേരളം മുഴുവനുള്ള ആളുകൾ ഇത് അറിയില്ലേ? സ്വന്തം ഭർത്താവിന് സമയത്ത് ഒരു ചായ പോലും കൊടുക്കാൻ അറിയാത്ത നീ ഏതോ ഭാസ്കരൻ ചേട്ടന് നഷ്ടപരിഹാരം വാങ്ങിക്കൊടുക്കാൻ വേണ്ടി നടക്കുന്നത് എന്തിനാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ആദ്യം വീട്ടിലെ കാര്യം നോക്കിയിട്ടല്ലേ നാട്ടിലെ കാര്യം നോക്കേണ്ടതുള്ളൂ. മോഹനന്റെ വീട്ടിലെ ഏതൊക്കെ കാര്യം നോക്കിയിട്ടാണ് രാവിലെ നാട്ടുകാരുടെ കാര്യം നോക്കാനായിട്ട് പോണത്? നമ്മളിപ്പോ സംസാരിക്കുന്നത് എന്റെ കാര്യമല്ല, നിന്റെ കാര്യമാണ്. ചായ അടുക്കളയിൽ ഇരിപ്പുണ്ട്, മോനോട്ട് വേണമെങ്കിൽ പോയിട്ട് ഞാൻ എന്തായാലും ഈ കേസ് പഠിച്ചു കഴിയാതെ ഇവിടെ എഴുന്നേക്കാൻ പോണില്ല. കോടതി പോയിട്ട് ബബവാന്ന് പറഞ്ഞാലേ സബ്ജഡ്ജി എന്നെ പരസ്യമായിട്ട് കളിയാക്കാൻ നിൽക്കും. ഇതെന്താണ് നിൽക്കുന്നത്? പോയി ചായ എടുത്ത് കുടിക്ക്. അതിനെനിക്ക് നിന്റെ അനുവാദം വേണ്ട. ഫോൺ വിളിക്കുന്നില്ലേ? അതാരാണെന്ന് ഒന്ന് നോക്കും മോനട്ടാ, ഞാൻ കുറച്ച് തിരക്കില്ല. ചെല്ല്. സാരി തേച്ചില്ല. ഹലോ, സത്യഭാമ വക്കീലിന്റെ വീടല്ലേ? അതെ. വക്കീലുണ്ടോ? ഉണ്ട്, പക്ഷെ വക്കീൽ ഭയങ്കര തിരക്കില്ല. കുറച്ച് കഴിഞ്ഞ് വിളിക്കുന്നതാവും നല്ലത്. അയ്യോ, ഒരു അത്യാവശ്യ കാര്യമായിരുന്നു. അതിനേക്കാൾ വലിയ അത്യാവശ്യങ്ങൾ ഇവിടെ ഉണ്ട്. അതൊന്നും ഇവിടെ നടക്കുന്നില്ല. പിന്നെയാണോ തന്റെ അത്യാവശ്യം? ആരായിരുന്നു മോനട്ടാ? പേര് പറഞ്ഞില്ല. നീ ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഭയങ്കര തിരക്കിലാണ്. എനിക്ക് തിരക്കാണോ അല്ലയോ തീരുമാനിക്കുന്നത് മോനട്ടനാണോ? ഞാനല്ലല്ലോ തീരുമാനിച്ചത്. നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞപ്പോ നീ പറഞ്ഞു ഭയങ്കര തിരക്കിലാണെന്ന്. ഇന്ന് സാധാരണ പോലെ ഒന്നും നടക്കില്ല എന്നും. നീ പറഞ്ഞത് ഞാൻ വിളിച്ച ആളോട് പറഞ്ഞു. അതിലിപ്പോ എന്താ തെറ്റ്? അതിൽ തെറ്റുണ്ടല്ലോ മോനട്ടാ. എന്നെ ഒരാളെ വിളിക്കുമ്പോ ആ ഫോൺ അറ്റൻഡ് ചെയ്യണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് ഞാനല്ലേ? ഫോൺ വേണോ വേണ്ടയോ എന്ന് എന്നോട് ചോദിച്ചിട്ട് വേണ്ടായിരുന്നു അത് കട്ട് ചെയ്യാന്. അങ്ങനെ നിന്റെ ഉത്തരവുകൾ അനുസരിച്ച് മാത്രം ജീവിക്കണമെങ്കിൽ നീ ശമ്പളം കൊടുത്ത് വേറൊരാളെ വെക്കണം. എന്റെ ജോലി അതല്ല. അസൂയ തന്നെ കാര്യം അല്ലാതെന്ത്? മോഹനേട്ടാ, ലോകത്തുള്ള മനുഷ്യന്മാർക്കൊക്കെ അസൂയുണ്ട്.
പക്ഷെ സ്വന്തം ഭാര്യയുടെ ഇത്ര അസൂയുള്ള ഒരു ഭർത്താവ് ഈ ലോകത്ത് വേറെ കാണില്ല. എനിക്ക് നിന്നോട് അസൂയ. എന്തിന്? ഞാൻ ഇന്ന് വാദിക്കാൻ പോകുന്ന കേസ് ഏതാണെന്ന് മോഹനേട്ടൻ അറിയാലോ. അങ്ങനെ ഒരു കേസ് വാദിച്ച് ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ നാട്ടിലെ ഏറ്റവും പേരുള്ള വക്കീലാവും. ജയിച്ചാൽ ജയിക്കുന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. ഞാൻ ഈ കേസ് ജയിച്ചിട്ടുണ്ടെങ്കിൽ നാളത്തെ പത്രത്തിൽ എന്റെ പേരുണ്ടാവും, ചിലപ്പോ ഫോട്ടോയും. ഈ നാട്ടുകാർ മുഴുവനും പത്രം വായിക്കും, ഫോട്ടോയും കാണും. ആളുകൾ ഫോൺ വിളിച്ചും നേരിട്ടും വന്നും ചിലപ്പോ അഭിനന്ദിക്കും. ഇതൊക്കെ ഓർക്കുമ്പോ എന്റെ മോഹനേട്ടനെ സഹിക്കുന്നില്ല. അതല്ലേ പ്രശ്നം? അതല്ല പ്രശ്നം. നീ എനിക്ക് ചായ തന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഞാൻ ഉണ്ടാക്കി വെച്ച ചായ എടുത്തു കുടിക്കാൻ മോഹനേട്ടന് മനസ്സില്ല എന്നുള്ളതാണ് അതിലും വലിയ പ്രശ്നം. മോഹനേട്ടൻ എല്ലാ ദിവസവും ചായ എടുത്തു തരുന്ന ഞാൻ ഇന്നൊരു ദിവസം അത് തരാതിരുന്നിട്ടുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ടെന്ന് മോഹനേട്ടൻ മനസ്സിലാക്കിയൂടെ? ഞാൻ എല്ലാ ദിവസവും ഓഫീസിൽ പോകുന്നത് കൃത്യം 9:38-നാണ്. ഇന്ന് എനിക്ക് തഹസിൽദാരെ കാണാൻ പോകേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് 9 മണിക്ക് പോകണമെന്ന് ഇന്നലെ ഞാൻ പറഞ്ഞതുമാണ്. എല്ലാ ദിവസവും പോകുന്നതിനേക്കാൾ അരമണിക്കൂർ മുൻപേ പോകണമെങ്കിൽ ഞാനും തിരക്കൂട്ടണ്ടേ? പക്ഷേ നീ അത് മനസ്സിലാക്കിയില്ല. ഞാൻ എന്താണ് മോഹനേട്ടൻ മനസ്സിലാക്കാതായിട്ടുള്ളത്? ചായ ഉണ്ടാക്കി വെച്ചു, അതെടുത്ത് കൈ കൊണ്ടുവന്നില്ല, അത്രയല്ലേ ഉള്ളൂ. അത് മാത്രമല്ല, ഇത്രയും തിരക്കുണ്ടായിട്ട് ഞാൻ മോഹനേട്ടന്റെ ഷർട്ട് കൊണ്ട് തേച്ച് വെച്ചില്ലേ? ഇതായിരിക്കുന്നു രണ്ടും. എപ്പോഴായാലും എന്താ മോനേട്ടാ, എന്റെ ജോലിയല്ല ഞാൻ തീർത്തിട്ടില്ലേ? ഇത്രയും ചെയ്തിട്ട് ഞാൻ എന്റെ കാര്യം നോക്കാൻ പോകുമ്പോ മോഹനേട്ടൻ ഉടക്കിടാൻ വരും. അതിന് കാരണം അസൂയല്ലാതെ വേറെ എന്താ? നമുക്ക് ഒരാളുടെ അസൂയ തോന്നുന്നത് അയാൾ നമ്മളെക്കാൾ കേമനാകുമ്പോഴാണ്. ജില്ലാ കളക്ടർക്ക് വില്ലേജ് ഓഫീസിലെ പ്യൂണിനോട് അസൂയ തോന്നുമോ? എന്തിന്? ഇല്ല. അതുപോലെയാണ് നീയും ഞാനും. ഞാൻ നാട്ടുകാർ മുഴുവൻ ബഹുമാനിക്കുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. നീ കള്ളന്മാർക്കും കൊലപാതകങ്ങൾക്കും വേണ്ടി കേസ് വാദിക്കുന്ന ഒരു സാധാ വൈക്കോല്. എനിക്ക് എന്തിനാണ് നിന്നോട് അസൂയ? നാളെ പത്രത്തിൽ എന്റെ പേര് വരുമ്പോഴും ഇത് തന്നെ പറയണം. പത്രത്തിൽ പേര് വന്നാലല്ലേ? അത് നമുക്ക് കാണാം. കാണാനൊന്നുമില്ല. ഈ വില്ലേജിലെ ഭൂമിയില്ലാത്ത മുഴുവൻ പേർക്കും ഭൂമി നൽകുന്ന ഒരു വലിയ പദ്ധതിയുടെ ചർച്ചയ്ക്ക് വേണ്ടിയാണ് തഹസിൽദാരനെ വിളിച്ചിരിക്കുന്നത്. ഈ പദ്ധതി നടപ്പിലാകുമ്പോ അത് ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത് മുഖ്യമന്ത്രിയോ ഗവർണറോ ആയിരിക്കും. അന്ന് ഞാൻ അവരോടൊപ്പം നിൽക്കുന്ന ഫോട്ടോ പത്രത്തിൽ വരുമ്പോ നീയും ഇത് തന്നെ പറയണം. ഗവർണറുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കാന്ന് പറയുന്നത് നിനക്ക് സ്വപ്നം കാണാൻ പോലും പറ്റും? എത്ര നല്ല മനോഹരമായി നടക്കാത്ത സ്വപ്നം. അവ കാണാം. ഇന്ന് തഹസിൽദാർ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത് കെ മോഹനേഷിനെ മാത്രമാണ്. അപ്പൊ തന്നെ മനസ്സിലായല്ലോ കെ മോഹനേഷിന്റെ വില. ഈ താലൂക്കിൽ എന്റെ മഹത്വം മനസ്സിലാക്കാത്ത ഒരൊറ്റയാളെ ഉള്ളൂ, അത് നീ മാത്രം. ഈ താലൂക്കിൽ മോഹനേട്ടന്റെ സ്വഭാവം ശരിക്കറിയാവുന്ന ഒരാളെ ഉള്ളൂ, അത് ഈ ഞാനാണ്. നിന്നോട് തർക്കിക്കാൻ എനിക്ക് സമയമല്ല. കൃത്യം 9:30 താലൂക്ക് ഓഫീസിൽ എത്തിക്കൊള്ളാമെന്ന് ഞാൻ തഹസിൽദാരോട് പറഞ്ഞുപോയി. എന്റെ തിരക്ക് നിനക്ക് മനസ്സിലാവില്ല. ഹലോ, അതെ അതെ അതെ. ഇല്ല, അയ്യോ അതങ്ങനെയല്ല. മറ്റു തിരക്കുള്ളപ്പോ ഫോൺ എടുക്കാൻ പറ്റില്ലല്ലോ. അയ്യോ, എന്താ അത്യാവശ്യമാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? സമയവും സൗകര്യമൊക്കെ ഒത്തുവന്നല്ലേ ഫോൺ എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ തീരെ സമയമില്ല. ശരി, ഇന്നെന്തായാലും മോഹനേട്ടനെ കിട്ടാൻ പാടാണ്, നാളെ വിളിച്ചോളൂ. ഞാൻ ചോദിച്ചില്ല. ഫോൺ എടുത്ത പാടെ മോഹനേഷ സാറിന്റെ വീടാണോ എന്ന് ചോദിച്ചു. അതെ എന്ന് ഞാൻ മറുപടി പറഞ്ഞു. വില്ലേജ് ഓഫീസർ മോഹനേഷ സാറിന്റെ വീടല്ലേ എന്ന് എടുത്തൊരു ചോദ്യം. അതെ അതെ എന്ന് എന്റെ മറുപടി. സാറിനൊന്ന് കൊടുക്കാമോ എന്ന് അടുത്ത ചോദ്യം. ഇല്ല എന്ന് ഞാൻ. സാറ് സ്ഥലത്തില്ലെന്നായിരുന്നു പിന്നത്തെ ചോദ്യം. അതങ്ങനെയല്ല, മറ്റു തിരക്കുകളുള്ളത് കൊണ്ടാണ് എടുക്കാൻ പറ്റാത്തതെന്ന് എന്റെ മറുപടി. വലിയ അത്യാവശ്യമാണെന്ന് അയാൾ. എന്തത്യാവശ്യമാണെങ്കിലും അത് നടക്കില്ല എന്ന് ഞാൻ. എനിക്ക് വന്ന ഫോൺ എനിക്ക് തരണമായിരുന്നു. കുറച്ചു മുന്നേ എനിക്ക് വന്ന ഫോൺ എനിക്ക് തന്നോ? ഇല്ലായിരുന്നല്ലോ. മോഹനേട്ടൻ തിരക്കാണെന്ന് കുറച്ചു മുന്നേ പറഞ്ഞിരുന്നല്ലോ.
താലൂക്ക് ഓഫീസിൽ പോണം, തഹസിൽദാരെ കാണണം, നേരത്തെ ഇറങ്ങണമെന്നൊക്കെ. അത്രയും തിരക്കിനിടയിൽ വെറുതെ ഫോൺ സംസാരിച്ച സമയം കളഞ്ഞ എന്തിനാ മോനട്ടാ? മോഹനേട്ടൻ ഭയങ്കര ഉത്തരവാദിത്തമുള്ളൊരു വില്ലേജ് ഓഫീസറല്ലേ? മനുഷ്യൻ നേരമില്ലാതെ നേരത്തെ തന്നെ കയറി വന്നോളൂ ഓരോരോ കാര്യങ്ങളായിട്ട്. നമസ്കാരം വക്കീലെ. പിന്നെ നമ്മുടെ ഓമനക്കുട്ടന്റെ കേസിന്റെ കാര്യം ഇത് പറയാൻ വേണ്ടി വന്നതാണ്. അടുത്ത അവധി എന്നാണ് നമ്മ എന്റെ അടുത്ത് ചോദിച്ചു. ഉത്തമ, ഞാൻ ഓമനക്കുട്ടന്റെ കേസ് ഏറ്റു എന്നുള്ള സത്യം. അത് ഞാൻ വാദിച്ച് ജയിക്കുകയും ചെയ്യും. പക്ഷെ അതിനിടയിൽ കേസ് എന്തായി, അടുത്ത അവധി എന്നാണെന്നൊക്കെ ചോദിച്ച് എന്നെ ഇങ്ങനെ മെനക്കെടുത്തുന്ന എന്തിനാണ്? ഇത്തരം കാര്യങ്ങൾ അറിയാൻ വക്കീലിനോട് തന്നെ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. ഗുമസ്ത മത്തായി ചേട്ടൻ അടുത്ത് ചോദിച്ചാലും പറഞ്ഞു തരില്ലേ? അഹങ്കാരം! പ്രതീക്ഷിച്ചിരിക്കാത്ത നേരത്ത് ഒരു നല്ല കേസ് കിട്ടിപ്പോയതിന്റെ അഹങ്കാരം. ഇന്നലെ വരെ ഉത്തമ നല്ല കേസ് ഉണ്ടെ പിടിച്ചേരണേ എന്ന് പറഞ്ഞ് പുറകെ നടന്ന വക്കീലിന് ഇപ്പൊ ഉത്തമൻ കൊണ്ടുവന്ന കേസിനോട് പുച്ഛ. ഭാര്യ തന്നെക്കാട്ടിലും വലിയ ആളാവും അറിയുമ്പോ ഭർത്താവിനുണ്ടാകുന്ന അസൂയ, അതാണ് ഉത്തമൻ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത്. ഉത്തമ, എനിക്കത് ഭയങ്കര തിരക്കുള്ള ദിവസമാണ്. പുതിയൊരു കേസിന്റെ വാദം ഇന്ന് തുടങ്ങും. ആ കേസ് എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിലേ ഉത്തമൻ ഞെട്ടും. ബോംബേസൊന്നുമല്ലല്ലോ, ഒരു സാധാരണ സിവിൽ കേസ്. എന്നാലും ഏത് കേസാണ് വക്കീലെ? അതായത് ഞാനിന്ന് രാവിലെ താലൂക്ക് ഓഫീസിൽ പോകുന്നുണ്ട് തഹസീൽദാറെ കാണുവാനായി. എല്ലാവരും താലൂക്ക് ഓഫീസിൽ പോകുന്ന ഈ തഹസിൽദാരെ കാണാൻ വേണ്ടി തന്നെയല്ലേ, അല്ലാതെ അവിടെ മൃഗ ഡോക്ടർ ഒന്നും അല്ല ഇരിക്കുന്നത്. അല്ല സാറേ, സാറേ താലൂക്ക് ഓഫീസിൽ എന്താണ് കാര്യം? അയ്യോ, അതറിഞ്ഞേ, തഹസിൽദാരുടെ രണ്ടാം കല്യാണം വലിയ ആഘോഷമായിട്ട് നടത്തുന്നേ. വില്ലേജ് ഓഫീസറാണ് സാക്ഷി. ഈ താലൂക്കിലെ ഭൂരഹിതരായ എല്ലാവർക്കും ഭൂമി നൽകുന്ന ഒരു വൻപിച്ച പദ്ധതിയെ പറ്റി ആലോചിക്കാനാണ് ഞാൻ പോകുന്നത്. ആ പദ്ധതി വരുന്നതോടെ കെ മോഹനേട്ടൻ സാറ് എന്ന പേര് ഈ സംസ്ഥാനം മുഴുവൻ അറിയും. ഒരിക്കലും നടക്കൂലെന്ന് അറിഞ്ഞാൽ സ്വപ്നം കാണാൻ ചെലവ് ആവശ്യമില്ലല്ലോ. അല്ല സാറേ, എനിക്ക് ആകപ്പാടെ ഉള്ളത് 8 സെന്റ് ഭൂമിയാണ്. ഈ പദ്ധതി പ്രകാരം എനിക്കൊരു 5 സെന്റ് ഭൂമിയുടെ കിട്ടുവോ? ഒരിക്കലുമില്ല. എന്താ എന്താ? ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാത്തവർക്കാണ് ഈ പദ്ധതി പ്രകാരം ഭൂമി നൽകാൻ പോകുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനത്തിന് ഗവർണറോ മുഖ്യമന്ത്രി ആയിരിക്കും വരുന്നത്. വെറുതെ എന്താ പറഞ്ഞുകൂടാത്തേ? ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല ഉത്തമ. നമ്മുടെ നാട്ടിലെ റവന്യൂ വകുപ്പിനെ പറ്റി ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ ഉത്തമന്. അയ്യോ, എനിക്ക് വയ്യ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങാക്കില്ലേ? കേസിന്റെ കാര്യം ഞാൻ മത്തായി ചേട്ടന്റെ അടുത്ത് ചോദിച്ചോ. റവന്യൂ വകുപ്പിന്റെ കാര്യം എനിക്ക് വയ്യ. ഞാൻ ആ കേസ് പഠിക്കാൻ പോവാണ്. ഇനി നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് എന്നെ ശല്യപ്പെടുത്താൻ വരരുത്. ഒരു നിമിഷം. എന്താണ് സാറേ? ഒന്നുകൂടെ ചിരിച്ചേ. എന്താണ്? ഭാമ റവന്യൂ വകുപ്പിനെ കുറ്റം പറഞ്ഞപ്പോൾ ഉത്തമൻ ഒരു വിശേഷപ്പെട്ട ചിരിയിരിച്ചില്ലേ? ആ ഇളി ഒന്നുകൂടെ കാണിക്കൂ. അല്ല സാറേ, വക്കീൽ എങ്ങനെ പറഞ്ഞപ്പോഴേ ഞാൻ അറിയാതെ അങ്ങനെ ചിരിച്ചു. പുഷ്കരന്റെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ ഉത്തമൻ എന്നാണ് ഓഫീസിലേക്ക് വരുന്നത്? ഇന്ന് വൈകുന്നേരം. ഇന്ന് വൈകുന്നേരം തരാന്നാണ് സാറ് പറഞ്ഞത്. ഉത്തമൻ വൈകിട്ട് ഓഫീസിലേക്ക് വരൂ. ശരി. ഞാൻ ഒരു ചിരി ചിരിക്കും ഇങ്ങനെ. സാറേ അങ്ങനെ പറയരുത്. ആ പുഷ്കരന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടേ ഇത്തിരി അത്യാവശ്യമുണ്ട്. ഭാമയുടെ മുന്നിൽ വെച്ച് ഉത്തമൻ എന്നെ കളിയാക്കി ചിരിച്ചത്. സാറ് ക്ഷമിക്കണം, ഒരു അബദ്ധം പറ്റിയതാണ്, ഇനി ആവർത്തിക്കൂല. സാറേ, സാറേ വക്കീൽ ഏതോ വലിയ കേസിന്റെ കാര്യം പറയുന്നല്ല. ഏത് കേസാണ്? വലിയ കേസൊന്നുമല്ല ഉത്തമ. പിന്നെ ഞാന് ഗവർണറുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കുകയും ആ ഫോട്ടോ പത്രത്തിൽ വരികയും കൂടി ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന അസൂയ കൊണ്ട് അവളിങ്ങനെ ഓരോന്ന് പറയുന്നതല്ലേ. ഇന്ന് താലൂക്ക് ഓഫീസ് യോഗത്തിൽ പുതിയ പദ്ധതിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും. നമ്മുടെ വില്ലേജിലെ 100 പേർക്ക് അതുകൊണ്ടുള്ള പ്രയോജനം ഉണ്ടാവും. ആ 100 പേർ ഇനി എന്നെ കാണുന്നത് ദൈവത്തെ പോലെ ആയിരിക്കും. കെ മോഹനേട്ടൻ സാറിനെ അല്ലെങ്കിലും എല്ലാരും ദൈവത്തിനെ പോലെയാണല്ലോ കാണുന്നത്. ഒരു വില്ലേജ് ഓഫീസർ എന്ന് വെച്ചാൽ ആരാ സാറേ? ആ പേരും പകിട്ടൊന്നും ഒരു സാധാ വക്കീലിന് കിട്ടൂല. കേസ് വാദിച്ചു കഴിഞ്ഞാൽ കുറച്ച് പൈസ കിട്ടുമായിരിക്കും, അത്രേ ഉള്ളൂ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ സാറേ, 1-2 സ്ഥലത്തൂടെ പോവാണ്ട്.
ചിരിച്ചതേ മനസ്സിൽ വെച്ചേക്കല്ലേ സാറേ? ഇല്ല. ശരി സാറേ പോണേ. സുശീലല്ലേ അത്? സുശീല വരൂ. ഹാമേ, ശ്ശേ, ഈ മനുഷ്യൻ ഇന്നിന്റെ കേടാണ്. ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കില്ല. അവിടെ നിന്ന് വിളിക്കുള്ളൂ, എനിക്ക് വേറെ പണിയുണ്ട്. ഹാമേ, ദേ ഒരാൾ വന്നിരിക്കുന്നു. അതാരാണോ ഈ നേരത്ത്? ഓരോരുത്തരൊക്കെ കയറി വരാൻ കണ്ട ഒരു നേരം. ഒരു ജോലി ചെയ്യാൻ സമ്മതിക്കില്ല. പ്രകാശനെ കണ്ട് ഒന്നുകൂടി സംസാരിച്ചു നോക്കാമെന്ന് എല്ലാവരും പറയുന്നുണ്ട് സാറേ. പക്ഷേ എനിക്കതിൽ വലിയ പ്രതീക്ഷയൊന്നുമില്ല. ചർച്ചയ്ക്ക് ചെല്ലുമ്പോൾ അവൻ പറയും എല്ലാ പ്രശ്നങ്ങളും തീർന്നു എന്ന്. എല്ലാവരും പോയി കഴിയുമ്പോൾ അവന്റെ സ്വഭാവം മാറും. സുശീലൻ ഇനി അതോർത്ത് പേടിക്കണ്ട. എല്ലാം ഭാമ ശരിയാക്കി തരും. നമസ്കാരം. ഭാമ സുശീല വിചാരിക്കുന്ന പോലെ തന്നെ ഭയങ്കര വക്കീല. ഇന്ന് ഭാമ വാദിക്കാൻ പോകുന്ന കേസിനെ പറ്റി കേട്ടാൽ സുശീലൻ ഞെട്ടും. അതെയോ? ഭാമേ, സുശീലിനെ അറിയാമല്ലോ. എനിക്കറിയാം. സുശീലിന്റെ അയൽപക്കം താമസിക്കുന്ന പ്രകാശനുമായിട്ട് ഒരു അതിർത്തി തർക്കം. പഞ്ചായത്ത് മെമ്പർ ഗോപാലൻകുട്ടി ചേട്ടൻ പോയി നോക്കിയതാ. പക്ഷേ പ്രകാശൻ ഓരോ തീർപ്പിനും തയ്യാറാണ്. ഒരു വില്ലേജ് ഓഫീസർ എന്ന നിലയിൽ ഞാൻ പോയി സ്ഥലം അളന്നു കൊടുത്തു. പക്ഷേ പ്രകാശൻ അത് വകവയ്ക്കില്ല. ഇനിയിപ്പോ കേസ് കൊടുക്കാൻ വഴിയുള്ളൂ അല്ലേ? സുശീല വന്നത് നിന്നോട് സംസാരിക്കാനാണ്. സുശീല, കേസിന്റെ കാര്യങ്ങൾ വളരെ വിശദമായി ആവശ്യത്തിലധികം സമയമെടുത്ത് വക്കീലിന് പറഞ്ഞു കൊടുത്തു. നോക്കിക്കോളൂ. ഇനി കേസ് പിടിച്ചെന്നു പറയാം. സത്യം പറയാലോ വക്കീലെ, പ്രകാശം വഴക്കിനൊരു കാരണം നോക്കി നടക്കുക. ഒരുമാതിരി മെനക്കെടുത്തുന്ന സ്വഭാവമാണെന്നേ അവന്റെ. അത് സുശീലൻ പറയുന്നതല്ലേ? വക്കീലെ, എന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ പണ്ടേ കേസ് കൊടുത്തന്നെ. നാട്ടുകാർ ഇടപെട്ടതുകൊണ്ട് ഞാൻ ക്ഷമിച്ചതാ. അടുത്ത ആഴ്ചയെ നമ്മുടെ ഗോപാലൻകുട്ടി ചേട്ടൻ ഒന്നുകൂടി സംസാരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അന്നും പ്രകാശം വഴങ്ങിയില്ലെങ്കിൽ നമുക്ക് കേസ് കൊടുക്കാം. അടുത്ത ആഴ്ച കഴിഞ്ഞ് കേസ് കൊടുക്കുന്ന കാര്യം പറയാനാണ് സുശീലൻ ഇപ്പൊ വന്നിരിക്കുന്നേ. ഒത്തീർപ്പ് ചർച്ച കഴിഞ്ഞിട്ട് വന്നാ പോരായിരുന്നോ? അയ്യോ, ഞാനിപ്പോ വക്കീലിനെ കാണാൻ വേണ്ടി വന്നൊന്നുമല്ല. ഞാൻ ദാ റോഡിൽ കൂടെ പോകുമ്പോഴേ മോഹൻ സാർ വിളിച്ചു വരുത്തി തന്നെ. കേസിന്റെ കാര്യം ഇപ്പൊ തന്നെ വക്കീലോട് പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞത് അടുത്ത ആഴ്ച വരാന്ന്. അപ്പൊ സാറാ പറഞ്ഞത് ഇന്നാണെങ്കിൽ വക്കീലിന് ഒരുപാട് സമയമുണ്ട്, ഇന്ന് തന്നെ സംസാരിച്ചിട്ട് പോയാ മതിയെന്ന്. എനിക്ക് പോകാൻ തിരക്കുണ്ടെന്ന് പറഞ്ഞപ്പോ മോഹൻ സാർ നിർബന്ധിച്ച് പിടിച്ചു നിർത്തിയതാ. അപ്പൊ എന്നാ ഞാൻ കേസിന്റെ കാര്യം പറയട്ടെ വക്കീലെ? തൽക്കാലം ഇപ്പൊ വേണ്ട, ആദ്യം കേസ് ഉണ്ടാവട്ടെ, എന്നിട്ടല്ലേ വക്കാലത്തും കോടതിയൊക്കെ. സുശീലിന് ഇപ്പൊ പോവാൻ നോക്ക്. ഇവിടെ ഇപ്പൊ ഒരു കേസ് ഉണ്ടായിട്ടുണ്ട്, അത് മിക്കവാറും ഉടനെ കോടതിയിൽ എത്തുകയും ചെയ്യും. അല്ല, എനിക്ക് മനസ്സിലായില്ല. ഒന്നുമില്ല, സുശീലൻ പോവാൻ നോക്ക്. തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? ഇല്ല. പിന്നെന്തിനാണ് വഴിയെ പോയ സുശീലിനെ വിളിച്ചു വരുത്തി കേസിന്റെ കാര്യം ചോദിച്ചത്, എന്നെ വിളിച്ചു വരുത്തിയതും? അതുകൊള്ള സുശീലനും പ്രകാശനും തമ്മിൽ ഒരു അതിർത്തി തർക്കമുണ്ടെന്ന് സുശീലൻ വില്ലേജ് ഓഫീസർ എന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ ഇടപെട്ടാതിരുന്ന പ്രശ്നമല്ലത്. കേസ് കൊടുക്കുകയല്ലാതെ വേറെ വഴിയില്ല എന്ന് അന്ന് തന്നെ ഞാൻ സുശീലിനോട് പറയുകയും ചെയ്തു. ഇന്ന് സുശീലിനെ കണ്ടപ്പോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. അതുകൊണ്ട് സുശീലിനെ വിളിച്ചു. അതിലിപ്പോ തെറ്റ്? ആഹാ, നിനക്കൊരു കേസ് കിട്ടിക്കോട്ടെ എന്ന് കരുതിയാണോ ഇപ്പൊ തെറ്റായി പോയത്? മോഹനേട്ടൻ ഇന്ന് എന്റെ വായിലിരിക്കുന്ന വരെ കേൾക്കും. സാധാരണഗതി എന്നെ കാണാൻ ഏതൊരു കക്ഷി വരുമ്പോ ആ കേസ് എങ്ങനെ മുടക്കാമെന്ന് ആലോചിക്കുന്ന മോഹനേട്ടനാണ് ഇന്നിപ്പൊ എനിക്കൊരു കേസ് ഉണ്ടാക്കി തരാൻ നോക്കിയിരിക്കുന്നത്. അയ്യോടാ, എന്താ ഒരു സ്നേഹം! മോഹനേട്ടന്റെ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ ആ കേസ് പഠിക്കരുത്. കേസ് നന്നായി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ജയിച്ചു പോവുമല്ലോ. ഞാൻ ജയിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വലിയ പേരാകും. അതെന്റെ മോഹനേട്ടൻ സഹിക്കുന്നില്ല. ഇതൊക്കെ നീ പറയുന്നതല്ലേ? സത്യത്തിൽ ഞാൻ അങ്ങനെ വിചാരിച്ചതേ ഇല്ല. മോഹനേട്ടൻ ഞാൻ കാണാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായില്ലേ?
മോഹനേട്ടാ, ഇനി എന്നെ ശല്യപ്പെടുത്താൻ വന്നിട്ടുണ്ടെങ്കിൽ മോഹനേട്ടൻ ഒരു കാര്യം ഞാൻ ചെയ്തു തരില്ല. നിന്റെ ഒരു സഹായം എനിക്ക് വേണ്ട. രാവിലെ ഒന്നും കഴിക്കുന്നില്ല. കൃഷ്ണൻകുടിയുടെ ചായക്കടയിൽ പുട്ടും പഴമുണ്ട്. ഉച്ചയുണ്ടപ്പോ എന്ത് ചെയ്യും? വിജയന്റെ ഹോട്ടലിൽ നല്ല മീൻകറിയും ഊണുമുണ്ട്. വെറും 35 രൂപ മാത്രം. അപ്പൊ എന്നെ കൊണ്ട് കിട്ടേണ്ട സഹായമൊക്കെ കിട്ടി. ഇനി എന്നെ പുറകെ നടന്ന് ശല്യപ്പെടുത്തി ആ കേസ് തോൽപ്പിക്കണം. അതാണല്ലേ അപ്പൊ സാറിന്റെ മനസ്സിലിരിപ്പ്? അല്ലെങ്കിൽ തന്നെ നിന്നെ കൊണ്ട് എന്ത് സഹായം എനിക്കുള്ളത്? തട്ടുമുണ്ട് വെച്ച് അത്ര വലിയ സഹായമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. എനിക്കിതിരെ സമയമില്ലാതെ പോയി. ഇല്ലെങ്കിൽ ഇതിനുള്ള മറുപടി ഞാൻ പറഞ്ഞു തന്നേനെ. മര്യാദക്ക് ഷർട്ടും മുണ്ട് ഞാൻ തേച്ചു കൊടുത്തപ്പോ വില്ലേജ് ഓഫീസർക്ക് അഹങ്കാരം. ഇതങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. ഞാൻ തേച്ചു വെച്ചിരിക്കുന്ന ഷർട്ട് മുണ്ട് വിട്ട് മോഹനേട്ടൻ ഇന്ന് ആഫീസിൽ പോകുന്നത് എനിക്കൊന്ന് കാണണം. മോനേട്ടാ, മോനേട്ടാ. കണ്ണ് കണ്ടൂടെ? ഷർട്ടും മുണ്ടും ചുരുട്ടുകുട്ടി വെച്ചിരിക്കുന്നു. ആരോട് ചോദിച്ചിട്ട്? ആരോടും ചോദിക്കേണ്ട കാര്യമില്ല. ഈ ഷർട്ടും മുണ്ടും തേച്ചു വെച്ചിരിക്കുന്ന ഞാനാണെങ്കിൽ ഇത് ചുരുട്ടി കൂട്ടാനും എനിക്ക് ആരുടെ അനുവാദം ആവശ്യമില്ല. താലൂക്ക് ഓഫീസിൽ പോകുന്നത് ഇനി എനിക്കൊന്ന് കാണണം. മര്യാദക്ക് ഞാനത് തേച്ചു വെച്ചതാണ്. ഞാനത് ചെയ്തതുകൊണ്ട് മാത്രമാണ് മോഹനേട്ടൻ ഇത്രയും നേരം എന്റെ പിന്നാലെ നടന്നു എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നത്. ഷർട്ടും മുണ്ടും തേച്ചു കിട്ടിയല്ലോ. ഇനിയിപ്പോ കഴിക്കാനുള്ളതൊന്നും തന്നില്ലെങ്കിൽ കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ പോവാം. ഉച്ചയ്ക്ക് വിജയന്റെ ഹോട്ടലിൽ നിന്ന് കഴിക്കുകയും ചെയ്യാം. ആ ധൈര്യത്തിലല്ലേ ഇത്ര നേരം കിടന്ന് കളിച്ചത്? ഇനി മോഹനേട്ടൻ എന്ത് ചെയ്തു എനിക്കൊന്ന് കാണണം. തമാശ കളിക്കരുത്. കൃത്യം 9:30 താലൂക്ക് ഓഫീസിലെത്താമെന്ന് ഞാൻ തഹസിൽദാരോട് പറഞ്ഞു പോയി. കൃത്യസമയത്ത് ചെല്ലാൻ ഇനി മോഹനേട്ടന്റെ മുന്നിൽ 2 വഴികളേ ഉള്ളൂ. ഒന്നെങ്കിൽ തേക്കാത്ത ഷർട്ടിട്ടുകൊണ്ട് പോവുക, അല്ലെങ്കിൽ സ്വയം തേച്ചങ്ങിട്ടോട് വെക്കോ. സത്യഭാമയുടെ അടുത്ത് കളിക്കുമ്പോ സൂക്ഷിച്ച് കളിക്കണമെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ. മണി 8:45 ആവറായി. ഇത് തീക്കളിയാണ്. മണി 8:40 ഞാൻ പോകുന്നു. എനിക്ക് കൃത്യം 9 മണിക്ക് കൊടുത്ത് പുറപ്പെടണം. ഞാൻ മോഹനേട്ടനെ പിടിച്ച് കെട്ടിയിട്ടിട്ടൊന്നുമില്ലല്ലോ മോഹനേട്ടാ. മോഹനേട്ടൻ എപ്പോ വേണേലും പൊയ്ക്കോ. അത് എങ്ങനെ പോകും? തേക്കാത്ത ഷർട്ട് മുണ്ടിട്ടുണ്ട് ഞാൻ എങ്ങനെ താലൂക്ക് ഓഫീസിലേക്ക് ചെല്ലും? ചുച്ചു, ഞാൻ പല പ്രാവശ്യം താലൂക്ക് ഓഫീസിൽ പോയിട്ടുണ്ടല്ലോ. തേച്ച് ഷർട്ട് മുണ്ട് വിട്ടവർക്ക് അകത്ത് പ്രവേശിക്കാനാവൂ എന്ന് ഒരിടത്ത് എഴുതിച്ചായിട്ട് ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഞാൻ ഒരു വില്ലേജ് ഓഫീസറാണ്. അതുകൊണ്ട് ഒരു വില്ലേജ് ഓഫീസർ ചുക്കിച്ചൊളിഞ്ഞ ഷർട്ടും ഇട്ടുകൊണ്ട് തേക്കാത്ത മുണ്ട് കൊടുത്ത് താലൂക്ക് ഓഫീസിലേക്ക് ചെന്നാ അവിടെ ചിരിക്കില്ലേ? തഹസിൽദാരെന്ന് പറയും. ഈ പറഞ്ഞ ഷർട്ടുമുണ്ടും ഞാൻ ഒരു പ്രാവശ്യം തേച്ചു വെച്ചതാണ്. എനിക്ക് തീരെ സമയമില്ലായിരുന്നിട്ട് കൂടി ഞാനത് ചെയ്തു. പക്ഷേ അതിന് ഒരു വിലയും കൽപ്പിക്കാതെ മോഹനേട്ടൻ എന്നെ ഉപദ്രവിക്കാവുന്നതിന്റെ പരമാവധി ഉപദ്രവിച്ചു. അപ്പൊ പിന്നെ ഞാൻ മാത്രം അങ്ങനെ വെറുതെ ഇരിക്കുന്നത് ശരിയല്ലല്ലോ. ഞാൻ നിന്നെ ഉപദ്രവിച്ചോ? എപ്പോ? അയ്യോ, ഞാൻ പറഞ്ഞു തരാം. ചായ ഉണ്ടാക്കി ദാ ഇവിടെ വെച്ചിട്ട് പോയതാണ് ഞാൻ. ഈ ചായ തന്നെത്താനെ ഒരു ഗ്ലാസ്സിൽ എടുത്ത് ഒഴിച്ചു കുടിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. എന്നിട്ടും കേസ് പഠിച്ചുകൊണ്ടിരുന്ന എന്റെ വെക്കിട്ടില്ല. ആക്ഷേപം, പരിഹാസം, കൂടുതലോ സമയം നഷ്ടവും. അതെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് വന്നൊരു ഫോണ് എന്നോട് ചോദിക്കാതെ കട്ട് ചെയ്തു. അത്യാവശ്യക്കാരനാണെന്ന് വിളിച്ചയാള് പറഞ്ഞിട്ടും മോഹനേട്ടൻ ആ ഫോൺ എനിക്ക് തന്നോ? ഇല്ല. എനിക്ക് ഫോൺ വന്നപ്പോ നീ തന്നില്ലല്ലോ. അപ്പോ നമ്മൾ 2 രൂപയായി. പിന്നെ എന്തിനാണ് നീ ആ ഷർട്ട് മുണ്ട് ചൂട്ടിക്കളഞ്ഞ? അതിനിടയിൽ സംഭവിച്ച കാര്യം മോഹനേട്ടൻ മറന്നു കളഞ്ഞോ? വഴിയിലൂടെ പോയ ആ സുശീലിനെ ഒരു കാര്യമില്ലാതെ വിളിച്ചു വരുത്തി എന്നെ മെനക്കെടുത്തി എന്റെ സമയം കളഞ്ഞു.
അത്രയും ചെയ്ത മോഹനേട്ടൻ ഒരു കുറ്റവും കുറവില്ലാതെ ഞാൻ തേച്ചു വെച്ച ഷർട്ട് മുണ്ട് വിട്ട് മിടുക്കനായി താലിക്കാപ്പിച്ച് ചെന്ന് തകസ്താരുടെ മുന്നിൽ നല്ലവിള ചമയുന്നേ അത്ര ശരിയാവില്ല മോനേട്ട. എനിക്കൊരു നല്ല കേസ് വന്നു. അത് വാദിച്ചു ജയിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടാവും. അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോ എന്നെ സഹായിക്കേണ്ട മോഹനേട്ടൻ എന്നെ സഹായിച്ചില്ല എന്ന് മാത്രമല്ല ഉപദ്രവിക്കുകയും ചെയ്തു. അപ്പൊ പിന്നെ എനിക്ക് വരുന്ന ഞാനും ചെയ്യണമല്ലോ. ഒന്നുമല്ല, ഞാനൊരു വക്കീലല്ലേ. ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഒന്നെങ്കിൽ ഷർട്ട് മുണ്ടും തനിയെ തേച്ചോളണം, അല്ലെങ്കിൽ തേക്കാത്ത ഷർട്ട് മുണ്ടും ഇട്ടുകൊണ്ട് പൊയ്ക്കോ. പിന്നെ രാവിലെ ഉച്ചയ്ക്കത്തെയും കഴിക്കാനുള്ള ഭക്ഷണത്തിന്റെ കാര്യവും സ്വന്തം നിലയ്ക്ക് അന്വേഷിച്ചാൽ കൊള്ളാം. എന്റെ സഹായം ഒരു കാര്യത്തിനും പ്രതീക്ഷിക്കണ്ട. ഒരു കേസ് കിട്ടിയ പേരിൽ ഇത്ര അഹങ്കാരം പാടില്ല. സബ് കോടതിയിൽ ഇങ്ങനെ ഒരു കേസ് വന്നപ്പോ നിന്റെ ഭാവം ഇങ്ങനെ. അപ്പൊ ഒരു ഹൈക്കോടതി കേസ് വന്ന നീ എന്നെ അങ്ങ് ഡൈവേഴ്സ് ചെയ്യണല്ലോ. അത് ഹൈക്കോടതി കേസ് കിട്ടിയില്ലെങ്കിലും നടക്കുന്ന മട്ടാണ് കാണുന്നേ. ആമേ, നിന്നെ ഇനി ഞാൻ ശല്യപ്പെടുത്താൻ വരുന്നില്ല. നീ എടുത്ത് കേസ് പഠിച്ചോ. എന്നെ ഷർട്ട് കൊണ്ട് തേച്ച എനിക്ക് സമയമില്ല. എന്ത് പറയാൻ എങ്ങനെയാ? ഇനി എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നിട്ടുണ്ട് ഞാൻ ഇതെല്ലാം അവിടെ വാരി കിട്ടി നേരെ വക്കീൽ ഓഫീസിലേക്ക് പോകട്ടോ. അവിടെ എനിക്ക് സമാധാനമായിട്ട് കേസ് പഠിക്കാലോ. എനിക്ക് താലൂക്ക് ഓഫീസ് പോണം. നീ ഷർട്ട് തേച്ചെന്നില്ലെങ്കിൽ തേക്കാത്ത ഷർട്ട് കൊണ്ടിട്ട് ഞാൻ പോവും. അങ്ങനെ ഞാൻ പോയാ അതിന്റെ നാണക്കേട് ആർക്കാ? നിനക്കാ? എനിക്കെന്ത് നാണക്കേട്? ഒരു നാണക്കേടും ഇല്ല. ഭർത്താവ് തേക്കാത്ത ഉടുപ്പ് മുണ്ടെടുത്ത് പോയാ അതിന്റെ നാണക്കേട് ആർക്കാ? മോഹനേട്ടാ, ഈ കേസ് ഞാൻ ജയിച്ചു കഴിഞ്ഞാ പിന്നെ നാട്ടുകാർക്ക് 2 ദിവസത്തേക്ക് അത് മാത്രമേ പറയാനുണ്ടാവുള്ളൂ. അവരെന്റെ സാമർത്ഥ്യത്തിനെ പറ്റി പറയുന്നതിനിടയില് മോഹനേട്ട തേക്കാത്ത ഷർട്ട് ഇട്ടു എന്നല്ല, ഷർട്ടേ ഇടാതെ താലൂക്ക് ഓഫീസിൽ പോയാലും ആരും ശ്രദ്ധിക്കാൻ പോണില്ല. അതാരാണ് നോക്ക് മോനേട്ടാ, ഞാനൊന്ന് തീർക്കട്ടെ. കഷ്ടമുണ്ട്, ഇങ്ങനെ തുടങ്ങില്ല എന്റെ മോനേട്ടാ. രാജീവനോ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. രാജീവൻ എന്താ ഈ നേരത്ത്? ഞാൻ കുറച്ചു മുമ്പ് ഫോൺ വിളിച്ചിരുന്നു. അപ്പോ മോഹനേഷ് സാറാ ഫോൺ എടുത്തത്. വക്കീല് ഭയങ്കര തിരക്കിലാണ്, പിന്നീട് വിളിക്കാൻ പറഞ്ഞു. ഇന്ന് ജോസഫ് ചേട്ടന്റെ കേസിന്റെ വാദം നടക്കുക സബ് കോടതിയിലെ. ഓ, രാജീവിന് ഓർമ്മയില്ലേ KSRTC ബസ് ജപ്തി ചെയ്യാൻ അനുവാദം ചോദിച്ചുകൊണ്ടുള്ള കേസ്? എങ്ങനെങ്കിലും ആ കേസ് ജയിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് കാര്യമായിട്ട് ഞാൻ പഠിക്കുകയായിരുന്നു. വരുന്ന ഫോൺ കോളുകളൊക്കെ എടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ കേസ് പഠിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ തന്നെ മോഹനേട്ടനോട് പറഞ്ഞത് അത്യാവശ്യമുള്ള ഫോൺ കോളുകൾ മാത്രം തന്നാ മതിയെന്ന്. മോഹനേട്ടനാണെങ്കിൽ എന്നെ എങ്ങനെയാ സഹായിക്കാന്ന് ഓർത്ത് എന്റെ പിന്നാലെ നടക്കുമായിരുന്നു. മോഹനേട്ടൻ ആളെ മനസ്സിലായില്ലേ? ഞങ്ങളുടെ ഓഫീസിൽ പുതുതായിട്ട് വന്ന ആളാ രാജീവൻ. നമസ്കാരം. ഈ രാജീവനാണ് കുറച്ചു മുന്നേ ഫോൺ വിളിച്ചത്. എന്താ രാജീവ് അത്യാവശ്യം? വേറൊന്നുമല്ല വക്കീലെ, ജോസഫ് ഏട്ടന്റെ കേസിന്റെ കാര്യം പറയാനാ. ഇന്നലെ തിരുവനന്തപുരത്ത് നിന്ന് ജോസഫ് ഏട്ടനെ വിളിച്ചിരുന്നു. നഷ്ടപരിഹാരമായി വിധിച്ച പണം ഇന്ന് രാവിലെ 10 മണിക്ക് ജോസഫ് ഏട്ടനെ വീട്ടിലെത്തിക്കാന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇനി കേസിന്റെ ആവശ്യമില്ലല്ലോ. കേസ് പിൻവലിക്കാൻ ഒരു അപേക്ഷ കൊടുക്കാൻ ജോസഫ് ഏട്ടൻ എന്നോട് പറഞ്ഞു. അത് പറയാനാ ഞാൻ വിളിച്ചത്. വക്കീലിനെ കിട്ടാത്തോണ്ട് നേരിട്ടേക്ക് വന്നതാണ്. അപ്പോ ഞാൻ വരട്ടെ വക്കീലേ? ശരി. നീ എന്തൊക്കെയാ പറഞ്ഞത്? കേസ് കൊടുത്ത് KSRTC ബസ് ജപ്തി ചെയ്യിച്ച് സർക്കാരിനെ നാണം കെടുത്തി നീ ആളാകുമെന്ന്, നിന്റെ പേരും ഫോട്ടോയും പത്രത്തിൽ വരുമെന്ന്. ഇപ്പൊ എന്തായി? കക്ഷിക്ക് പരാതിയില്ലാത്ത സ്ഥിതിക്ക് ഇനി വക്കീലിന് എന്താണ് കാര്യം ഭാമേ? എനിക്ക് നിന്നോട് അസൂയാണ് നീ പറഞ്ഞല്ലോ. എന്തിന്? ഇപ്പൊ നീ ഒരു സാധാ കേസില്ലാത്ത വയ്ക്കുവൻ, ഞാനോ ഭയങ്കരനായ ഒരു വില്ലേജ് ഓഫീസർ. പിന്നെ എന്തിനാണ് ഭാമേ എനിക്ക് നിന്നോട് അസൂയ? ഞാൻ നിനക്ക് സുശീലിന്റെ കേസ് പഠിച്ചു തന്നപ്പോ നിനക്ക് പുച്ഛമായിരുന്നു. ഇനി നിനക്ക് ഇത്തരം കേസൊക്കെ ഉണ്ടാവൂ.
സുശീലിനോടൊന്നും വരാൻ പറഞ്ഞാലോ? അഹങ്കാരികൾക്കുള്ള ശിക്ഷ ദൈവം തരുമെന്നുള്ള കാര്യം നിനക്ക് ഇപ്പൊ മനസ്സിലായല്ലോ. ജപ്തി ചെയ്ത KSRTC ബസ് ഓടിച്ചു നടക്കുന്നത് നീ സ്വപ്നം കണ്ടങ്ങ് നിന്നോ? അഹങ്കാരി. ഹലോ, മോഹനകൃഷ്ണനല്ലേ? അതെ, K മോഹനകൃഷ്ണനാണ്. ആരാണ്? ഞാനാണ് സഹദേവൻ. ആ സഹദേവ, ഞാന് താലൂക്ക് ഓഫീസിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയായിരുന്നു. കൃത്യം 9 മണിക്ക് ഞാൻ ഇവിടെ പുറപ്പെടും. 9:30 താലൂക്ക് ഓഫീസിലെത്തും. ഞാൻ ചിലപ്പോ തേക്കാത്ത ഷർട്ട് മുണ്ടിട്ടായിരിക്കും വരാൻ പോകുന്നത്. അതെങ്ങനെ സംഭവിച്ചു എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ. ചില അഹങ്കാരികൾ കാരണം. മോഹനകൃഷ്ണ, ഞാൻ വിളിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ. കുറച്ചു മുമ്പ് ഞാൻ വിളിച്ചപ്പോ സത്യഭാമയാണ് ഫോൺ എടുത്തത്. മോഹനകൃഷ്ണൻ തിരക്കില്ല, നാളെ വിളിക്കാൻ പറഞ്ഞു. നമ്മൾ നാട്ടുകാർക്ക് വേണ്ടി വലിയൊരു കാര്യം ചെയ്യാൻ പോവല്ലേ. അപ്പോ ഇത്തരം ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാവും. ഇന്ന് താലൂക്ക് ഓഫീസിലെ യോഗം കഴിഞ്ഞിട്ട് വേണം എനിക്ക് ചിലരോട് ചില കണക്കുകൾ തീർക്കാൻ. അല്ല, താലൂക്ക് ഓഫീസിൽ ഇന്ന് യോഗ ഇല്ല. സർക്കാർ കൊണ്ടുവന്ന പദ്ധതി സർക്കാർ തന്നെ ഉപേക്ഷിച്ചു. ഭൂരഹിതർക്ക് ഭൂമി കൊടുക്കുന്ന പരിപാടി വേണ്ടെന്ന് വെച്ചു. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? നമ്മൾ ജോലി തീർത്തു വെച്ചല്ലേ. സർക്കാർ പറയുന്നു ജോലി നോക്കാൻ, ഇപ്പൊ സർക്കാർ പറയുന്നു അത് വേണ്ട. സർക്കാർ ഉദ്യോഗസ്ഥരായ നമുക്ക് സർക്കാർ പറയുന്നതല്ലേ കേൾക്കാൻ പറ്റൂ. താലൂക്ക് ഓഫീസിൽ വരണ്ട എന്ന് പറയാനാ ഞാൻ വിളിച്ചത്. അപ്പൊ ശരി, ഓക്കെ. ഹലോ, സർക്കാർ ആ പദ്ധതി വേണ്ടെന്ന് വെച്ചു. അതുകൊണ്ട് ഇനിയിപ്പോ താലൂക്ക് ഓഫീസ് പോകാൻ കാര്യമില്ല. അയ്യോ, അതാണ് ഉപേക്ഷിച്ച് എന്ത് ചെയ്യും മോനോട്ടാ? പദ്ധതി നടന്നാലല്ലേ ഗവർണർക്ക് മോഹനോടൊന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ. ഇനി എങ്ങനെ ഫോട്ടോ പിടിക്കും? ഒരു വില്ലേജ് ഓഫീസർ എന്ന് പറഞ്ഞാൽ ആരെയാണ് ചേനയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി? മോഹനേട്ടൻ പറഞ്ഞത് വളരെ ശരിയാ. അഹങ്കാരികളുടെ കാര്യത്തിൽ ദൈവം തീരുമാനമുണ്ടാക്കും എന്ന് പറഞ്ഞത് സത്യം തന്നെ. അപ്പൊ ഇനി എന്താ മോഹനേട്ട പരിപാടി? 9:30 വില്ലേജ് പോണം. നിനക്കോ? എനിക്ക് ധൃതിയൊന്നുമില്ലല്ലോ. 10 മണി കഴിയുമ്പോ വക്കീൽ ഓഫീസിലേക്ക് പോണം. എനിക്ക് വന്നിരുന്ന ആ ഫോൺ മോഹനോട് തന്നിരുന്നെങ്കിൽ വെറുതെ ആ കേസിന് പുറകെ പോയി സമയം കളയണായിരുന്നു. എനിക്ക് വന്ന ഫോൺ എനിക്ക് തന്നിരുന്നെങ്കിൽ വെറുതെ വഴക്കുണ്ടാക്കണ്ടായിരുന്നല്ലോ. ഒരു കാര്യമില്ലാതെ നമ്മൾ വഴക്കുണ്ടാക്കിയല്ലേ. ചെറുതായി തെറുപ്പില്ല. എന്നാ പിന്നെ മോഹനോടൊരു ഷർട്ട് തയ്ച്ചു കളയാ അല്ലേ? ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ നമുക്ക്. പിന്നല്ലാതെ. അത് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് ഉച്ചയോണ് ചോറ്റുപാത്രത്തിലാക്കി അങ്ങ് പോവാം. രണ്ടുപേരും തോൽക്കുന്ന കളികൾ അധികം ഉണ്ടാവില്ല. പക്ഷേ ഇന്ന് വില്ലേജ് ഓഫീസറും വക്കീലും ചേർന്ന് നടത്തിയ മത്സരത്തിൽ രണ്ടുപേരും തോറ്റുപോയി എന്നതാണ് സത്യം. രണ്ടുപേരും ജയിക്കുന്നതിന് സമമാണ് രണ്ടുപേരും തോൽക്കുന്നതും എന്ന് ആശ്വസിച്ച് ഇന്നത്തേക്ക് വിടാം.